ഹായ് ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തേങ്ങാപ്പാൽ കൊഴുക്കട്ടയാണ് കേട്ടോ. വളരെ ചുരുങ്ങിയ ചേരുവകൾ മാത്രം മതി നമുക്ക് ഈ ഒരു കൊഴുക്കട്ട തയ്യാറാക്കിയിട്ട് എടുക്കാൻ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടക്കണേക്കാൻ മുന്നിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള പൊടി വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട് കേട്ടോ. വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ അതിൽ കുഴച്ച് കൊടുക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു നല്ലൊരു ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കയ്യിലൊന്നും ഇങ്ങനെ അധികം ഒന്നും ഒട്ടിപ്പിടിക്കില്ല. അഥവാ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. മാവ് ഇതേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാതും ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് കയ്യിലാക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ മാവും ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുമ്പോൾ വളരെ ചെറുതാക്കിയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒത്തിരി വലുതൊക്കെ ആക്കി എടുക്കുകയാണെങ്കിൽ ഇത് വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഉള്ളിലൊന്നും വെന്ത് കിട്ടില്ല. പിന്നെ നമ്മളിത് കഴിക്കുന്ന സമയത്ത് വെറും ഇങ്ങനെ പച്ച മാവ് കഴിക്കണ പോലെ തോന്നും കേട്ടോ. അപ്പോൾ വളരെ ചെറുതാക്കിയിട്ട് തന്നെ എല്ലാതും ചെയ്യാം. അപ്പോൾ മാവ് ഇതേ എല്ലാതും ഞാൻ ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുന്ന വരയ്ക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളപ്പം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല, 1-2 എണ്ണമൊക്കെ ആയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ വേവിച്ചിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് മാത്രം വേണം ഇത് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ട് എടുക്കാൻ കേട്ടോ. പച്ചവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ മാവ് ഇങ്ങനെ അലിഞ്ഞിട്ടൊക്കെ പോവും. അപ്പോൾ എല്ലാതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റോളം ഇങ്ങനെ തന്നെ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ആകെ ഇങ്ങനെ പൊടിഞ്ഞിട്ടൊക്കെ പോവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഇതിപ്പോൾ ഇതേ നന്നായിട്ട് തന്നെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വേവണ വരയ്ക്ക് വേണം ഇത് നമ്മൾ വേവിച്ചിട്ട് എടുക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചിട്ട് വെള്ളമൊക്കെ വറ്റി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ ഉള്ളിൽ മാവൊന്നും ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു മധുരമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലത്തെ വെള്ളം ഒരുപാട് നമ്മൾ വറ്റാനായിട്ട് നിൽക്കണ്ട കേട്ടോ. ഈ ഒരു വെള്ളമൊക്കെ ഒന്നുള്ള സമയത്താണ് ഇതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉരുക്കിയിട്ട് അരിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു കൊഴുക്കട്ടയിൽ മധുരമൊക്കെ നന്നായിട്ട് പിടിക്കണ വരയ്ക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ശർക്കരപ്പാനി നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ
ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അത് ചൂടാറി കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. താങ്ക്